വന്ന് കയറിയപ്പോഴേ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഷാജാനന്ദി കേറി സ്പെഷ്യൽ വെക്കാൻ വെച്ചാലേ ശരിയാകും അങ്ങോട്ട്. അയ്യോ എന്റെ പൊന്നേ, നമ്മുടെ ബിരിയാണി. അയ്യോ നല്ല ഗ്ലാമർ ആയിടി നീ. നേരിട്ടാണോ സുന്ദരി? പൊന്നൂസിനെ ചേച്ചി കണ്ട് എന്താ തോന്നുന്നു? വീഡിയോ കാണുന്നതാണ് നേരിട്ടാണോ നല്ലത്? ഇവര് രണ്ടുപേരും ഇങ്ങനെ കാണുന്നില്ലല്ലോ. വാ വെക്കുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കൂടെ? അച്ഛൻ, അമ്മ, കുഞ്ഞ്. പൊന്നൂസിനെ കണ്ടിട്ട് കൊതിയാവും. കാണണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ എൻ്റെയും അണ്ണൻ്റെയും പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും വക. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം വെളുപ്പാങ്കാലമാണ് കേട്ടോ, 7 മണി ആവാൻ പോകുന്നു. അപ്പം ഇന്ന് 7 മണിക്കാണ് ഇവിടുത്തെ പള്ളിയിൽ നിസ്കാരം. കാരണം വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പോത്തിനെയൊക്കെ വെട്ടി ഇറച്ചിയൊക്കെ എല്ലാവരും കൊടുക്കാനായിട്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വട്ടം വരെ നമുക്ക് ഇറച്ചിയൊക്കെ ഇങ്ങനെ പെട്ടിയോട്ടയിലൊക്കെ അതാത് ക്രമത്തിന് തൂക്കി വീടുകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. പുതിയ അധികാരികൾ കയറിയതിന് ശേഷം കഴിഞ്ഞ വർഷം മുതൽ നമുക്കൊരു സ്ലിപ്പ് തരും വീടുകളിൽ. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകുമ്പോൾ ഇറച്ചി വെട്ടി തരും, ക്യൂ ഒക്കെ നിന്ന്. അപ്പം എന്താ പറയുക, അപ്പോൾ ഒത്തിരി പോത്തൊക്കെ കാണും. കഴിഞ്ഞ വട്ടം മോനുകുട്ടനെ കാണണമെന്ന് പറഞ്ഞാൽ അണ്ണൻ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ കാറിയത്, എനിക്ക് പേടിയാട്ടോ. കാരണം ചില പള്ളിയുടെ മേളിലൊരു അയ്യത്തൊക്കെ നമുക്കവിടെ പോകാൻ പറ്റൂല. എങ്കിൽ പോലും ഇങ്ങനെ ഇരുന്ന് പോലും ഞാൻ നോക്കൂല. കാരണം എനിക്ക് പിന്നെ ഉറങ്ങാൻ ഒക്കുന്നില്ല. ഈ പൊന്നൂസിനും മോനുകുട്ടനും വേണ്ടി നമ്മൾ അക്കി കൊടുക്കുമല്ലോ ഇറച്ചി. അന്ന് പോത്തിനെ അറുത്തപ്പോൾ പോലും ഞാൻ അതിൻ്റെ 7 അയലോകത്ത് പോയിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം പിന്നെ എനിക്ക് 2-3 ദിവസം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആ കിടക്കുന്നയോ അല്ലെങ്കിൽ ചോരയോ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരും. ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് പോകും. എൻ്റെ നെഗറ്റീവ് സ്വഭാവം അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ നല്ലൊരു പെരുന്നാളായിട്ട് എന്തിനാണ് എൻ്റെ സ്വഭാവം പറഞ്ഞ് നമ്മുടെ സന്തോഷം കളയുന്നത്. അപ്പം രാവിലെ എനിക്ക് കുളിച്ചു, അമ്മ കുളിക്കാൻ പോകുന്നു. കണ്ടു കാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പം ഇനി മോനുകുട്ടനും അണ്ണനും പള്ളിയിൽ പോകാം. മോനുകുട്ടന് ചൂടുവെള്ളമൊക്കെ അനത്തി കൊടുത്തു. അപ്പം ഇനി നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വരുമ്പോൾ കാണിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ തമ്പലേനി കൊടുക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ഇപ്പോൾ പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണേ. അപ്പോൾ ഇന്നലെ രാത്രി അരിഞ്ഞ് പറക്കി എല്ലാം സെറ്റാക്കി വെച്ചു. ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടു. അതുകൊണ്ട് ആ പണിയില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും ഒരു ലോഡ് സാധനങ്ങളൊക്കെ കാണും. പിന്നെയും ഒന്നും കൂടി തൂക്കേണ്ടതും തുടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇന്നലെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇന്നലെ എന്തുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പെരുന്നാളും കാര്യമൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടെ ജോലിപ്പാട് കൂടുതലല്ലേ. പിന്നെ അണ്ണനും അമ്മയൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇറച്ചി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പം നമുക്ക് രാവിലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നില്ലായിട്ട് കടക്കാം. എന്തിനാ വർത്താനം പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നേ? ബാ എൻ്റെ കിങ്ങിണി പെണ്ണി ഇരിക്കുന്നുണ്ടോ? ഞാൻ വർത്താനം പറയുന്നത് കേട്ടോണ്ടിരിക്കുക കേട്ടോ. രാവിലെ നമ്മൾ കഥ ഓർക്കണ്ട, എവിടുന്ന് ഓടി വരുന്നെന്ന് അറിയത്തില്ല. കഥവിൻ്റെ ഫ്രണ്ടിലാന്ന് തോന്നി പെണ്ണ് കിടക്കുന്നത്. ആന്നോടി? അന്നേരം മോനുകുട്ടനും അണ്ണനും വേണ്ടിയിട്ട് ഞാൻ കാപ്പി അനത്തുവാ. ഇത് വെള്ളം ചൂടാക്കും കേട്ടോ. മൈലാഞ്ചി ഇട്ടത് കൊള്ളാമോ എന്നല്ല കുളമായി. ഇവിടെ ഉണ്ടേ. ആവശ്യമില്ലാത്ത സമയമാണെങ്കിൽ ഇപ്പോൾ പാല് തിളച്ച് തൂകി എണീറ്റ് ഓടിയാണ്. ഇത് നോക്ക്, ഞാൻ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും തിളയ്ക്കുന്നേ ഇല്ല അങ്ങോട്ട്. ദേഷ്യം പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് തിളാൻ തോന്നി സമയമില്ലാത്ത സമയത്ത്. മോനുടനെ തൊപ്പി എന്തേ? ആ നീല ഇതിനകത്ത് കഴുകി ഇട്ടിട്ടുണ്ടായിരിക്കും. എടുത്തിട്ടുണ്ടോ മോനട്ടാ? എന്നാ വേഗം കുടിച്ചോ. ആണ് പെരുന്നാളിന് ഒരാൾ ഓടി വരുന്നു. കിങ്ങിനി കുഞ്ഞി. തുടയ്ക്കാം. പെതുക്കെ കുടി. എന്തുവാടി? വെരി ഗുഡ്.
പോയിട്ട് വാ മോനോട്ടാ. പൂച്ച. മോനോട്ട് പോയി നിസ്കരിച്ചിട്ട് വാ. അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് ഭയങ്കര നാണോ കേട്ടോ. നേരം വെളുത്ത് പോയിട്ട് വാ. ഇവിടെ 7 മണിക്കാണ് നിസ്കാരം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച കേട്ടോ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് വേണ്ടി. ഇത് ബീഫ് ഇന്നലെ രാത്രിയെ മസാല പുരട്ടി വെച്ചു. അപ്പോൾ അത്രയും മസാല പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ അതേ തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. ഇത് കുക്കർ ഒരെണ്ണം അഡീഷണൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ കുക്കറും ഉണ്ട്. ഇത് ബിരിയാണി ചെമ്പും വീട്ടിൽ നിന്ന് എടുത്തു. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ മസാല പുരട്ടി വെച്ചേക്കോ ഫ്രൈ ആക്കാൻ വേണ്ടി. ഇനി ഇത് കോൺഫ്ലവറോട് ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ സെറ്റ്. ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഓരോന്നോരോന്ന് നിങ്ങളെ കാണിക്കണ്ടല്ലോ, നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുന്ന പോലെ. എനിക്കെല്ലാം അറിയാം. ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പോയി ഒരുങ്ങാൻ പറ്റും. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഒരുങ്ങാൻ കയറാം. ഇത് നമ്മുടെ ഈ 2 കുക്കറിൽ നമ്മൾ ബീഫ് പിന്നെ വേവിച്ചെടുക്കാൻ പോകട്ടോ. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വേവിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ എളുപ്പമാണ്. നമ്മളല്ല എളുപ്പപ്പണിയല്ലേ ചെയ്യേണ്ടത്. അത്തച്ചി മോനും വന്നേ. ഈ ലെക്സി ബേബി എങ്ങനെ ഉണ്ടായിരുന്നു? നിസ്കാരം തുടങ്ങിയാ? എന്റെ ചായക്ക് ഒരു വിലയില്ല. എന്റെ ചിഞ്ചിരിമണി പോത്തിനിറക്കുന്ന കാണാൻ പോയോ? ഓ ഇപ്പഴേ തുടങ്ങത്തില്ലല്ലോ. പൊന്നൂസ് എന്തേ? പൊന്നൂസേ അവന്റെ സംശയങ്ങൾ നമ്മൾ തീർക്കണ്ട. അത്തുത്താടയോ കാണിച്ചെന്നോ? പൊന്നൂസ് എന്തേ? പൊന്നു. അപ്പൊ ദേ ഞാനൊരു അടുപ്പില് ചിക്കൻ വറുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഒരു അടുപ്പില് ദേ നമ്മ ബിരിയാണിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കും. എന്നാ അമ്മോന്റെ മൈലഞ്ചി കാണിയില്ലേ? മൈലഞ്ചി കാണിച്ചേ. ഹായ് ഹായ്. വന്ന് കയറിയപ്പോഴേ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. സാധാരണ കേറി സ്പെഷ്യൽ വെക്കാൻ വെച്ചാലേ ശരിയാകും. അങ്ങോട്ട് ചായ ചൂടാക്കിയിട്ട് ആ ചിക്കൻ്റെ എടുത്ത് അങ്ങോട്ട് വെച്ചേരണേ. ആകെ 2 ഗ്യാസും ഉണ്ട്. ഞങ്ങൾ അവിടെ പെടാപ്പാട് അതെ അങ്ങോട്ട് വെച്ചേരണേ. ചിക്കൻ അങ്ങ് വറുത്തെടുക്കാന്ന് വിചാരിച്ചേട്ടാ ഫ്രണ്ട്സ്. തീ കൂട്ടുവേ അതുകൊണ്ട് കുറച്ച് വറുത്തു. അവിടെ 1 ദിവസം മോനൂട്ടനെ എന്തോ കഴിക്കുന്നേ? ചിക്കൻ 65. മോനക്കുട്ടനും പൊന്നീസും വീട്ടിൽ ഇടാനുള്ള പുതിയ ഉടുപ്പ. പിറന്നാളിനിടാൻ ഞങ്ങൾ വാങ്ങിച്ചേട്ടാ പെരുന്നാളിന്. മോനോട്ടം പോത്തിനെ ഇറക്കുന്ന കാണാന്ന് പറഞ്ഞായിരിക്കും പോയത് രാവിലെ. ഇല്ലയോ മോനോട്ടാ? അല്ലയോ? അത്ത പറഞ്ഞപ്പോഴാണ്. ഇന്ന് മോനോട്ടം ചായ ഇടും. അപ്പം നമ്മുടെ കാപ്പി കുടിക്കാനുള്ള സമയം ദോശയാട്ടോ. ഉച്ചയ്ക്കും രാവിലെയും കൂടെ സ്പെഷ്യലായി പോയാൽ പാടുപെടും. ഞാൻ വെളുപ്പമായി കോരി ചുട്ടാ പോരെ. ഓ ചൂടാ. പൊന്നു മോനുണ്ടെണ്ണ കൊടു. പൊന്നിച്ചിന് കറി വെക്കട്ടെ? മതിയോ അതോ ചാറ് വേണോ? അവനും കൊടു. ഉണ്ട് കറി ഇന്നലെ രാത്രി വെച്ചതാ ഇത് കേട്ടോ. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി പുട്ടും ബീഫ് കറിയായിരുന്നു. അതിൻ്റെ ബാക്കി കറിയേ
കൂടിപ്പോയോ? അപ്പം ഇതേ നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പുറത്തെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. അണ്ണ ഒന്ന് മാറുമോ നോക്കിട്ട്. ഏകദേശമൊക്കെ മരിക്കും. ഇനി ഒരു ട്രിപ്പ് കൂടെ വറുത്തെടുത്താൽ അത് കഴിയും, ആ ജോലി കഴിഞ്ഞു. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്താൽ സമാധാനമായിട്ട് ഒരിടത്ത് പോയിരിക്കും. അയ്യാ, അതാണ് നമ്മൾ ഒരു ബീഫ് വേവിച്ച് വെച്ചേക്കുവാണ്. വേറൊരു ബീഫ് ഇത് വേറെ പോയിട്ടില്ല കേട്ടോ. ഞാനും വരാം. അപ്പോൾ അതെ, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇതേ നമ്മുടെ പൊന്നുവിൻ്റെ ഡ്രസ്സ് കാണിക്കേ. ഇതേ നമ്മുടെ പൊന്നൂസിൻ്റെ ഡ്രസ്സാട്ടോ. പിടിച്ചേ, ഇതും അതിൻ്റെ തന്നെ വരുന്നൊരു പാൻറ്. ഇതാ നമ്മുടെ പൊന്നൂസിൻ്റെ ഡ്രസ്സ്. മോനുകൂടെ പള്ളി കാണിച്ചായിരുന്നല്ലോ. ഇത് അണ്ണൻ്റെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യം. മോനുകൂടെ പള്ളി ഇട്ടുണ്ടോ ഇത്? എന്റെ ചുരിദാർ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചായിരുന്നു. അത് കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിക്കും. ഇതാണ് എൻ്റെ പുത്തൻ. അപ്പം ഇനി നമുക്ക് ഒരുങ്ങാമേ. കാരണം വെച്ചാൽ സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിന് അടുക്കളയിലും കയറണം, വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. എൻ്റെ പൊന്നെ തലവേദനയാട്ടോ. അപ്പം ഇനി ദം ഇടാൻ നേരം കാണിക്കാം. കാരണം നമ്മുടെ ഇറച്ചി കുറച്ച് ഗ്രേവി വറ്റാനുണ്ട്, വേവാനുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരുങ്ങി റെഡി ആവാം. സവാള നല്ല മൂക്കുന്നതിന് മുമ്പ് അമ്മ അങ്ങ് കോരി കേട്ടോ ഫ്രണ്ട്സ്. അതാ അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒന്ന് എങ്ങോട്ടോ പോയപ്പോൾ അമ്മ അങ്ങ് കോരി കളഞ്ഞു. അമ്മ പറയാം അത്രയും മതിയെന്ന്. അപ്പം റെഡി. അപ്പം അണ്ണൻ ദമ്മിട്ട് അടച്ചു പോയി. ഞാൻ ഓടിപ്പോൾ ഒരുങ്ങട്ടെയാണേ ബാക്കി. അപ്പൊ ഞാൻ ഒരുങ്ങി റെഡിയായി സെറ്റായി. കൊള്ളാമോന്ന് പറയണേ. ചെരുപ്പൊക്കെ മാറ്റി. ഇതേ പൊന്നൂസിന്റെ പുത്തൻ ഇട്ടപ്പം നല്ല രസമുണ്ട് കേട്ടോ. ഇട്ടപ്പം നല്ല രസം. ഞാൻ പറഞ്ഞില്ല, അണ്ണൻ വേറൊരു കളറായി, ഞാൻ വേറൊരു കളറാണ് എടുത്തത്. പക്ഷെ അണ്ണൻ പറഞ്ഞു ഇങ്ങനത്തെ കളറാ അവർക്ക് ചേരുന്നതെന്ന് പറഞ്ഞു. എന്റെ അത്താക്കൊക്കെ വോയിസ് മിസ് ആയിക്കുക. ഇത് മുബാറക്. മോനുണ്ടെങ്കിൽ വന്നേ കാണിക്കട്ടെ. കണ്ട ചെറുപ്പെടുത്തിട്ട് പോ. അവ ഷാന്താനെ ഒന്ന് കാണിക്കണമെന്ന്. അപ്പം ഞങ്ങൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നമ്മുടെ കാറിൻ്റെ വഴി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പം ഇറങ്ങാം. എടുക്കണം, ഫോൺ എടുക്കണം, ചെരുപ്പ് എടുക്കണം. ഇത് ചെറിയ ഹീലുള്ള ചെരുപ്പാണ്ട്. ഇതിങ്ങനെ ഏറിയും കുറഞ്ഞും കിടക്കുന്നതുകൊണ്ട് ഒരിക്കൽ ഞാൻ തെന്നി അടിച്ച് വീണ് നടുവെല്ലാം ഒടിഞ്ഞ് ഫ്രണ്ട്സ്. ഹീലും അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഹീലുള്ള ചെരുപ്പൊക്കെ കാറിൽ കയറിയിട്ടിടും. തിരിച്ചിറങ്ങുമ്പോഴും എടുത്ത് കൈ വയ്ക്കും. അപ്പം നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇപ്പോൾ ദാണ്ട നമ്മൾ പോകുന്ന വഴിയാട്ടോ. നമ്മൾ അണ്ണ ഇവിടെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കണം. നിൽക്കി, അതിനെന്തോ അരമണിക്കൂർ നിൽക്കണം. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വയലിൽ വന്നു ഫ്രണ്ട്സ്. തോട് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു തന്നാ നമുക്ക് ഇവിടെ 4 പേര് കാണട്ടെ. പിന്നെ ഇത് 4 പേര് കണ്ടിട്ട് നമ്മുടെ നല്ല സ്ഥലമില്ല. ശരിയാ, ഞങ്ങളുടെ നല്ല സ്ഥലമാണ് ഫ്രണ്ട്സ്. കാറല്ല കേട്ടോ, കാറിൽ നിന്ന് കുറച്ചും കൂടെ മാറി. ഒരുത്തൻ ഇത് ചാടാൻ നിൽക്കും. അതുകൊണ്ട് ഷംനായി ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത നോണ്ട മമ്മിയും പൊന്നൂസും നടന്നു. ഷംന ക്ലോസപ്പിൽ കാണിക്കട്ടെ. ഷംനായ ഫ്രണ്ട്സ്, ഷംന ആണ് എന്നെ ടിക്ടോക്ക് എടുക്കാൻ പഠിപ്പിച്ചത്, യൂട്യൂബ് എടുക്കാൻ പഠിപ്പിച്ചത്, എല്ലാം പഠിപ്പിച്ചത്. പണ്ട് സാധാരണ വണ്ടി എഴുതാൻ വന്ന ഓർമ്മയില്ല ഞങ്ങളെ ഈ തോട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നത്. പിന്നെ എന്തിനാണ് വന്നത്? അന്ന് എനിക്ക് വണ്ടി ഉണ്ടോ? ഞാൻ പറയുക ഫ്രണ്ട്സ്, ഓട്ടോക്കാരൊക്കെ വണ്ടി എഴുതുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാന്ന്. ഞാൻ അന്നേരം ചോദിച്ചു അണ്ണ എങ്ങനെ ഈ തോട് കണ്ട് ഇതിന് ഫോട്ടോ എടുക്കണം, പക്ഷെ ഒരു സ്ഥലം അറിയില്ല. അതെ, എനിക്കത് ഞാൻ വിചാരിച്ചെന്നാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ആണെങ്കിൽ തണല് കൊണ്ടല്ലോ. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെ അറിയും ഫ്രണ്ട്സ് വെളിയിലുള്ള ഈ കുണ്ടും കുഴിയും ഒക്കെ? എവിടെ പോകുന്നു ഈ അമ്മ? എവിടെ പോകുന്നു? ആ, ഷിയാമ്മ ഇവിടെ തൊഴിലുറപ്പ് ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ട് സ്ഥലമൊക്കെ അറിയാൻ വിളിച്ചോണ്ട് പോവാ. ആ, പോയിട്ട് ഇച്ച് കഴിഞ്ഞ് വരണേ.
എന്നെ എന്തെങ്കിലുമൊക്കെ വായി വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ കണ്ടോ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റൊമാൻറ്റിക് ഹസ്ബൻഡാണ്, ഇതാണ് കലബില 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 എടി പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മള് ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടാ വന്നത് കേട്ടോ. പൊട്ടിക്കുമ്പോ എന്താവാ. ഇന്നലെ നമ്മൾ സാധാരണ ഒരു വ്ലോഗിനകത്ത് കാണിക്കുന്നത് എന്തൊക്കെയാ? കാണിക്കുന്ന എന്നെ വിട്. തുടക്കുന്നു, രാവിലെ കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു, ഇതൊക്കെ ഇല്ലേ? അപ്പൊ ഇതൊക്കെ വെറൈറ്റി. അപ്പം അണ്ണൻ പറയാം ഞാൻ എന്നും തൂക്കുന്നതും തുടയ്ക്കുന്നതും ആഹാരം കഴിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് തോടും വയലൊക്കെ കാണിക്കണമെന്ന് ഷാജാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സ്ഥലം മുത്തുമണീസ്. നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ഈ ചിലപ്പോൾ ഈ അറക്കുന്നവരൊക്കെ കാരമൊക്കെ കലയിൽ കൊടുക്കുമല്ലോ. അപ്പം നല്ല വേവുള്ള ഇറച്ചിയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഇറച്ചി കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 7-8 വിസിലടിപ്പിച്ചിട്ടാണ് വേണ്ടത്. ഇപ്പം തന്നെ 6 വിസിലടിപ്പിച്ചിട്ടും വലിയതായിട്ട് വെന്തില്ല. അണ്ണൻ പിന്നെ പറഞ്ഞ് ദമ്മിടുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ദമ്മിട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി പോയിട്ട് എടുത്തിട്ട് നോക്കാം നമുക്ക്. താഴത്തെ വീട്ടിലെ അത്തത്താടെ കൃഷിയാണ് ഇതായി കാണുന്നത്, വെറ്റ കൃഷി. വീടില്ല വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, കൃഷിയാണ്. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഇതാണ് ഞങ്ങൾക്ക് എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു ഫ്രണ്ട്സ്. ഞങ്ങളെ വീട്ടിൽ പിന്നെ വേറെ ഒരു അതിഥി വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഇവിടെ വന്ന് ഒരു ദിവസം കുളിപ്പിക്കാം. ഇത് ടാറിട്ട റോഡ് പോലെ കിടക്കുന്നില്ലയോ? കോൺക്രീറ്റ് ചെയ്ത് അതാ. അയ്യോ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നു. മോളോട്ടെ പിടിച്ച് കുടിച്ച്. ഇതെന്റെ അല്ലേ? എന്നാ പൊന്നു ചൂടി. അയ്യോ ഭയങ്കര ചൂടില്ല, കുടിച്ചോ. പഞ്ചസാര ഇല്ലയോ? പഞ്ചസാര ഇല്ലയോ? മധുരം ഇല്ല പൊന്നു. നോക്ക്, പഞ്ചസാര ഇച്ചിരി മധുരം ഇല്ലെന്ന് കേട്ടാ, കുറവാണ്. അവന് ഇച്ചിരി പഞ്ചാരയും ഉപ്പൊക്കെ. ഉപ്പുണ്ടോ? വേറെ ആരെയും കുടിച്ചു നോക്ക്. പൊന്നൂസിന് ടേസ്റ്റ് ഒക്കെ അറിയില്ല. എങ്ങനെയുണ്ട്? എന്നാ ഷംന പൊന്നൂസിനോ? അത് ഒരെണ്ണം ഫുള്ളും കുടിക്കത്തില്ല, ഇച്ചിരിയേ കുടിക്കൂ. പൊന്നി നമ്മുടെ ബിരിയാണി പൊന്നൂസിനെ കണ്ടിട്ട് കൊതിയാവും. ഇറച്ചി വെന്തോ നോക്കണ്ടേ? ഇറച്ചി വെന്തോ നോക്ക്. മുടി ചെയ്യൂ. അവര് എത്താറായി. സാധാരണ ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അല്ലെങ്കിലും എന്തെങ്കിലും വിശേഷമുള്ള ദിവസം നമുക്ക് വെപ്രാളം അടിക്കും. നമ്മുടെ ഗസ്റ്റുകളെ കാത്ത് നിൽക്കുവാണ് ഞാനിങ്ങനെ കേട്ടോ. അണ്ണൻ വിളിക്കാൻ പോയി, അവർക്ക് വഴി തെറ്റി കേട്ടോ. അപ്പോൾ അണ്ണൻ തൂക്കുപാലത്തിനോടോട്ട് വിളിക്കാൻ പോയി. ഞാൻ ഇങ്ങനെ കണ്ണും നട്ട് കാത്തിരിക്കും. വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. വരാറായി. നമ്മുടെ ഗസ്റ്റ് വന്നു. ഇതേ സാധാരണ പോയി വിളിച്ചോണ്ട് വന്നു കേട്ടാ. അണ്ണ അവിടെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ഗേറ്റിനോട് ചേർത്തിടാൻ, അല്ലെങ്കിൽ വേറെ വണ്ടി വരുമ്പോഴേ പ്രശ്നമല്ലേ. എടുത്ത് ഇവ നല്ല ഗ്ലാമർ ആയിടി നീ. എന്തേ അപ്പുകൂട്ടൻ ചുണ്ടിനാണല്ലോ. നമ്മളെ ഗസ്റ്റ് വന്നു. പൊന്നൂസിന്റെ ചാനലിൽ രാവിലെ തൊട്ട് പറയുക. എന്ത് പറയുന്നത്? കല്യാണം ഞാൻ പറഞ്ഞത്. വീഡിയോയിലാണെങ്കിൽ ഈ സാധാരണ ഗൾഫിൽ ഇരിക്കുമ്പോഴേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോ അണ്ണം പറയവേ നേരിട്ടാണോ സുന്ദരി. പൊന്നൂസിനെ ചേച്ചി കണ്ട് എന്ത് തോന്നുന്നു? വീഡിയോ കാണുന്നതാണ് നേരിട്ടാണോ നല്ലത്? ഒരുപോലെ അപ്പൊ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാം. അവരെ കാത്ത് നമ്മൾ വരുന്ന വിശന്ന് അവരും വിശന്നല്ലേ വന്നത്. ഇത് എടുക്കട്ടെ ചോറ്.
നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളിന്ന് സ്പെഷ്യലായിട്ടൊക്കെ വെച്ചതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അതാണ് സത്യം. അവസാനം എനിക്ക് ടെൻഷനായിരുന്നു. മസാല സൈഡിലോട്ട് നമുക്ക് തീരുന്നതനുസരിച്ച് എടുത്തുകൊണ്ടിരിക്കാം. നീ വെക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. നീ പാചകക്കാരി അല്ലയോ, അത്രയും ടേസ്റ്റ്. എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ നീ ഇപ്പൊ പഠിച്ചാണോ? ഞാനിപ്പൊ എന്തെങ്ങാണ്ടൊക്കെ തട്ടിക്കൂട്ടിയാ ഞാനും പഠിച്ചത്. കല്യാണിയുടെ വ്ളോഗിൽ കല്യാണി ഹസ്ബൻഡിനെ കാണിക്കാത്തതുകൊണ്ട് ഇനി ഞാനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ അണ്ണനും കല്യാണിയുടെ ഹസ്ബൻഡും അപ്പുക്കുട്ടനൊക്കെ ബിരിയാണി കഴിക്കുകയാണ്. പൊന്നൂസിനും മോനുടനെ ഇവരൊക്കെ വരുന്നതിന് മുമ്പേ വിശപ്പ് വന്നു കേട്ടോ. അപ്പോൾ അമ്മ അന്നേരെ ബിരിയാണിയൊക്കെ കൊടുത്തു. എന്താ ഐസ്ക്രീം ഫ്ലേവർ ഏതാ? മിക്സ്ഡ് ആണോ? അപ്പം ഇനി നമുക്ക് ഐസ്ക്രീം കൊടുക്കാം കേട്ടോ. ന്യൂസിന് കൊടുക്കണോ? എടുത്തു കൊടുത്തോ, പതുക്കെ പതുക്കെ. പതുക്കെ കൊണ്ടുപോയി. പൊന്നൂസും മോനൂട്ടനും അപ്പുക്കുട്ടനൊക്കെ ദേ ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ ഐസ്ക്രീം കഴിക്കുവാണ്. ഞാനും അമ്മായിയും കല്യാണിയും ഒരുമിച്ചാണ് കേട്ടോ ബിരിയാണി കഴിക്കാതിരുന്നത്. നമ്മുടെ ആദ്യത്തെ ടീം എഴുന്നേറ്റാലല്ലേ നമുക്കിരിക്കാൻ പറ്റൂ. നല്ല എന്തായാലും ഞാൻ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ കല്യാണി പറഞ്ഞു എൻ്റെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി യൂട്യൂബിലിട്ടാൽ ഓടും, നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ തലേന്നേ അരപ്പൊക്കെ പുരട്ടി വെച്ചത് കൊണ്ട് നന്നായിട്ട് ഉപ്പും മുളകും എരിയൊക്കെ പിടിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ഷോർട്ട് വീഡിയോസിലിടാം കേട്ടോ. അതങ്ങനെ നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടും. വീഡിയോ എടുത്താ രാവിലെ ഒരു വട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നടക്കാനും എടുക്കാനും ഒക്കെ. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാം. വെയില് വെയില് മക്കളെ അഞ്ഞു വാ. വെയില് വെയില് വെയില്. സൂപ്പറാണോ? നീ ഉണ്ടാക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കുറച്ച് ടീച്ചറിനെ പറഞ്ഞു കുക്കിംഗ് എടുത്തിട്ട്. കുക്കിങ്ങുകാരി ആയതൊന്നും വരത്തില്ല. ഇല്ല ചിക്കൻ ഇല്ല ഇഷ്ടപ്പെട്ടു. ഈ അച്ചാർ വാങ്ങിച്ചതാണോ? അച്ചാറ് ആണോ? എവിടുന്ന് വാങ്ങിച്ചത്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, എല്ലാം ടേസ്റ്റ്. ഇതേ നമ്മുടെ പൊന്നൂച്ച് കുട്ടി കല്യാണിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. പൊന്നൂസ് ഇങ്ങനെയാണ്. ഞാനും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചീപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയുടെ മുടിയും കെട്ടി തട്ടേന്ന് പറഞ്ഞാൽ പല സ്റ്റൈലിലാക്കി മുടിയൊക്കെ കെട്ടിത്തരും കേട്ടോ. കല്യാണി എതിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് നമ്മളെല്ലാവരും കൂടി നമ്മുടെ കാറിൽ തെമ്മല വരെ ഒന്ന് പോവാണ്. നമ്മുടെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ തെമ്മലയാണല്ലോ. അപ്പോൾ ദേ അങ്ങോട്ട് പോവാണ്. മോനുകുട്ടനും പൊന്നൂസും അതുപോലെ അപ്പൂസും കാറിലിരുന്ന് ഗെയിമൊക്കെ കളിക്കായിരുന്നു കേട്ടോ. കുറേ കളിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറക്കമായി. പൊന്നൂസും ഉറക്കം, അതുപോലെ മോനുകുട്ടനും ഉറക്കം. അപ്പൂസ് ഉറങ്ങില്ല കേട്ടോ. പിന്നെ കല്യാണിക്ക് കാറിൽ കയറിയാൽ ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞാൽ അവളും ഇങ്ങനെ എൻ്റെ തോളത്ത് ചാരി കിടക്കുകയായിരുന്നു. ഞാൻ പിന്നെ പാട്ടൊക്കെ കേട്ട് ഓണായിട്ടിരിക്കുക. പിന്നെ ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ചെറിയ മത്തുണ്ടായിരുന്നു. മോനുട്ട ഉറങ്ങിയാണ്ടേ വലവലാന്നായി. ഇനി വാ. ഒരു വെളിവില്ലാതെ നടക്കുന്ന കുഞ്ഞ്. വീടല്ലേടി എൻ്റെ ഓടിയേ. എവിടെ പോന്ന്? ഉറങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ വെളിവൊക്കെ പോയി. അണ്ണേ മോനുടനെ ഒന്ന് പിടി. വല്ലാതെ നടക്കുന്നു വലുവലാന്ന്. ഉറക്കം ശരിയായില്ല. ബാ കയറാം. ഇതേ അങ്ങനെ തെമ്മല എക്കോ ടൂറിസത്തിനകത്തേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറുകയാണ്. ഞാൻ ഒരുപാട് വട്ടം നിങ്ങളെ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുള്ളതാണ്. ഇത് ബട്ടർഫ്ലൈ പാർക്ക് എന്നൊക്കെ പറയാം, അവിടെയാണ് കയറുന്നത്. ഡാമിൻ്റെ വഴിക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം വെച്ചാൽ ബിരിയാണിയൊക്കെ തിന്ന് ഉറക്കവും മത്തുമായിട്ടിരിക്കുന്നത് നമ്മളെങ്ങനെയാണ് ഡാമിൻ്റെ മേളിൽ വരെ നടക്കുന്നത്? അയ്യോ, ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ ദേ പൊന്നൂസിനും മോനുകുട്ടനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ പൊന്നൂസിൻ്റെ ഫേവറേറ്റ് മാംഗോ ബാറാണ്, മോനുകുട്ടൻ്റെ സ്ട്രോബെറി. പക്ഷേ ഇവിടെ സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് അവനും മാംഗോ ബാർ വാങ്ങിച്ചു. പിന്നെ അണ്ണ എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തന്നു. ഞാനും കഴിക്കാൻ വിചാരിച്ചു. കല്യാണിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുക്കുട്ടനും എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു കുരങ്ങൻ വന്നു. അങ്ങനെ ആ കുരങ്ങന് ഞാൻ കുറച്ച് മാംഗോ ബാർ സങ്കടം
കൊണ്ട് മുറിച്ചിട്ട് കൊടുത്തതാണ് ഒരു സ്നേഹം കൊണ്ട്. പിന്നെ അത് അവസാനം നമുക്ക് അബദ്ധമായി കേട്ടോ. മോനൂട്ടൻ്റെ ദേഹത്ത് അത് കൈ ഇരുന്ന മാംഗോ ബാർ ചാടി അങ്ങ് പറിച്ച്. മോനൂട്ടൻ ഭയങ്കര കരച്ചില്ല. അത് കണ്ടപ്പോൾ അങ്ങ് സങ്കടം വന്നു. എന്തിനാണ് നമ്മളതിന് ആഹാരം കൊടുത്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എല്ലാവരുടെയും കുഞ്ഞുങ്ങളാണല്ലോ വലുത്. മോനൂട്ടൻ കരയുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ എന്നും മനുഷ്യനെ കണ്ട് അതിന് പേടിയില്ല കേട്ടോ. അതാണ് നമ്മളെ അങ്ങനെ ആക്രമിക്കുന്നത്. അതുപോലെ പണ്ട് മോനൂട്ടൻ കുഞ്ഞായിട്ടിരുന്നപ്പം നമ്മൾ തേക്കടിയിൽ പോയിട്ടുണ്ടായിരുന്നു. തേക്കടി പോയ സമയത്ത് ഞാൻ കുഞ്ഞിന് സെർലാക്ക് കലക്കാൻ വേണ്ടിയിട്ട് സെർലാക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇങ്ങനെ കാറിന് വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ചൂടുവെള്ളം ഫ്ലാസ്കിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും ഈ കുരങ്ങൻ എവിടുന്ന് ചാടി വന്നതില്ല ചാടി വന്ന് എൻ്റെ തലയിൽ അടിച്ചിട്ട് കൈ ഇരുന്ന സെർലാക്ക് തിട്ടിപ്പറിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ എനിക്കൊരു 10 സെക്കൻഡ് എനിക്ക് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറി. ഒരു മിനിറ്റ് എനിക്ക് എന്തോ നടന്നേന്ന് അറിയത്തില്ലായിരുന്നു. എന്നിട്ടും ഞാൻ കുരങ്ങൻ്റെ പുറകെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സെർലാക്ക്. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഓടി വന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണോ, മാന്തിയോ പറിക്കുകയോ എല്ലാം ചെയ്തോ എന്നൊക്കെ. അതിൽ പിന്നെ എനിക്ക് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണിയും പൊന്നൂസും ഒക്കെ ആയിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞാൻ അണ്ണനെ പാട്ട് പഠിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. റീൽസൊക്കെ ചെയ്യാൻ അണ്ണനെ മലയാളം പാട്ടും തമിഴ് പാട്ടൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അണ്ണന് പണ്ടത്തെ കാലത്തെ മലയാളം പാട്ട് അറിയാം, പക്ഷേ ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന പാട്ടുകളും കാണാതെ അറിയില്ല. തമിഴ് പാട്ട് ഒട്ടും അറിയില്ല. ഞാൻ അണ്ണനെ പാട്ട് പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ പൊന്നൂസ് എന്നെയും കല്യാണിയും കൂടെ ഡാൻസ് പഠിപ്പിച്ചു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ പൊന്നൂസ് കളിക്കും. അങ്ങനെ പൊന്നൂസ് പഠിപ്പിച്ചിട്ട് ഞാൻ ഒരു വട്ടം തെറ്റിക്കും, കല്യാണി ഒരു വട്ടം തെറ്റിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നൂസ് മാത്രം കറക്റ്റായിട്ട് കളിക്കും. ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാളെ എപ്പോഴും തെറ്റിക്കും. അങ്ങനെ ഒടുക്കം എങ്ങനെയൊക്കെയോ ഞങ്ങളൊരു റീൽസ് ഒപ്പിച്ചു, 2-3 എണ്ണം ഒപ്പിച്ചു കേട്ടോ. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ അണ്ണൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഡ്രാഫ്റ്റ് വീഡിയോയിൽ കിടന്ന പാട്ടും ഡാൻസും ഒക്കെ പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. ഞാൻ കല്യാണി ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര സങ്കടമായി. എന്തായാലും നമ്മൾ വന്ന ഈ സ്ഥലമൊക്കെ നമുക്കൊരു ഓർമ്മയായിരുന്നല്ലോ. അപ്പോൾ വീഡിയോസ് പോയപ്പോൾ പെട്ടെന്ന് ഭയങ്കര സങ്കടമായി. എന്തായാലും ഈ പെരുന്നാളിന് ഇവരൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വീഡിയോയുടെ പേരിൽ ആരെങ്കിലും അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മോനോട്ട് പറഞ്ഞ കേട്ടോ. മോനക്കുട്ട എന്തുവാ പറ. ഹായ് മക്കളെ. ഹായ് അമ്മ കുഞ്ഞ്. ഹായ്. ഫാമിലി ഉണ്ട് ഫാമിലി. ഇത് നിങ്ങൾ എവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാം കാര്യമായിട്ട് എല്ലാം കൊണ്ടുവന്നേനല്ലോ. ഇവരുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു കിലോ ആപ്പിളൊക്കെ മേടിച്ചോണ്ട് വരായിരുന്നു. നല്ല രസമുണ്ടല്ലേ, നല്ല ഫാമിലി കണ്ടാ. നമ്മളെ എന്റെ കുഞ്ഞിനെ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകുന്നത്. ഒന്നും ചെയ്യത്തില്ല. മോനിടം പറ അച്ഛൻ അമ്മ അവരുടെ കുഞ്ഞ് അല്ലേ മോനിട്ടാ. ആന്ന് സത്യം. ഇത് ആൺകുരങ്ങ്, അത് പെൺകുരങ്ങ്, അത് അതിന്റെ കുഞ്ഞാ. ആന്ന് നോക്ക് നോക്ക് പിടിച്ച് വലിച്ചെടുക്കും. അപകടകാരികളാ. ടാറ്റാ ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഇവരൊക്കെ വന്നോണ്ട് നമ്മുടെ പെരുന്നാൾ എന്തായാലും അടിപൊളിയായിട്ട് പോയി മുത്തുമണീസ്. പിന്നെ തെമ്മലെ വന്ന് നടന്ന് ഞങ്ങൾ വെയ്യ സോഡാ നാരങ്ങളും കുടിക്കാതിരിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ടാറ്റാ. കുഴപ്പമില്ല. ചേച്ചി എടുക്കട്ടെ. എടുത്തോ മക്കളെടുത്തോ, മക്കളെടുത്തോ. ഇത് കാണാ